ബി ജെ പിക്ക് ഏറ്റവും വലിയ ശത്രു CPIM ആണ്, ഇടതുപക്ഷമാണ്. ഓർമ്മയില്ലേ, ത്രിപുരയിൽ BJP ജയിച്ചപ്പോൾ ത്രിപുരയിലെ BJPയുടെ ജയം എങ്ങനെയാണ് ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാലോ. കോൺഗ്രസ് പൂർണ്ണമായിട്ട് അങ്ങ് പോവുകയായിരുന്നില്ലേ, നിയമസഭാ പാർട്ടി ആകെ, അതായിരുന്നില്ലേ വസ്തുത. പക്ഷേ ജയം കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി തന്നെ പരസ്യമായി പറഞ്ഞത് ഇത് പ്രത്യയശാസ്ത്ര വിജയമാണെന്നാണ്. എന്താ കാരണം? RSS കാണുന്നത് 3 പേരെയാണ് ആഭ്യന്തര ശത്രുക്കളായി, മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും. അപ്പോൾ ഇടതുപക്ഷത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത എതിർപ്പാണ് അവർക്ക്. അതല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം. അപ്പോൾ പല ഘട്ടങ്ങളിൽ ഇവരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ചിലത് ഉദ്ദേശിക്കുന്നുണ്ടാവും. BJP കാണുന്നത് കോൺഗ്രസിനെ എപ്പോഴും അടിയോടെ വാരാം, എന്നാൽ ഇടതുപക്ഷത്തെയും LDFനെയും അങ്ങനെ പെട്ടെന്ന് വാരാനാവില്ല. അപ്പോൾ നല്ലത് തൽക്കാലം UDF ജയിച്ചു വരട്ടെ. ആ സമീപനമല്ലേ പല ഘട്ടങ്ങളുണ്ടായത്. തൊട്ട് മുൻപത്തെ തെരഞ്ഞെടുപ്പ് ആലോചിച്ച് നോക്കൂ. 2016 തെരഞ്ഞെടുപ്പ്, 2021 തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇവർ ഇരുമയ്യാണെങ്കിലും ഒരേ കരളായിട്ട് നടക്കുകയായിരുന്നില്ലേ? ഓർമ്മയില്ലേ? കോൺഗ്രസും BJPയും UDFും ഒരേ മനസ്സോടെ നീങ്ങിയ കാര്യങ്ങൾ, LDFനെ പരാജയപ്പെടുത്താൻ കളിച്ച കളികൾ. ആ കാലത്ത് വട്ടമിട്ട് പറന്ന കേന്ദ്ര ഏജൻസികൾ, ആരോപണങ്ങൾ വൃത്തികെട്ട രീതിയിൽ കെട്ടിച്ചമക്കൽ. മറന്നുപോയോ ബിരിയാണി ചെമ്പൊക്കെ? ബിരിയാണിയിലൂടെ സ്വർണം വന്ന കഥകൾ, എന്തെല്ലാം വൃത്തികേടുകളായിരുന്നു പ്രചരിപ്പിച്ചത്. അങ്ങനെ അവിശുദ്ധമായി കൂടാൻ തയ്യാറാകുന്ന ഒരു വിഭാഗം ഇപ്പോഴും അവരുടെ അജണ്ടയിൽ പലതും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായി മുൻകൂർ ജാമ്യം എടുക്കലാണ് ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് കാണണം. ഈ പറഞ്ഞ ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ മെമ്പറാണല്ലോ. ആ ലോക്സഭാ മെമ്പറാകുമ്പോൾ BJPക്ക് ചെയ്തു കൊടുത്ത ഉപകാരം എന്തായിരുന്നു? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നില്ലേ അദ്ദേഹം? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ BJPയാണ് ജയിച്ചു വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. BJP ജയിച്ചു വരുന്നത് രാജ്യസഭയിലെ അംഗബലം അന്ന് കുറവുണ്ട്. ആ അംഗബലം കുറഞ്ഞത് നികത്താൻ BJPക്ക് അനുകൂലമാണ്. അത് BJPയെ സഹായിക്കലാണല്ലോ. ഒരു തരം ഡീലല്ലേ. ഇങ്ങനെ പലതരത്തിലുള്ള ഡീലുകൾ ഉറപ്പിച്ച് ശീലമുള്ളവർ, ആ ഡീൽ നടത്തിയവർ, അതിൻ്റെ അനുഭവമുള്ളവർ, അവരാണ് എല്ലാ ഘട്ടത്തിലും RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിനും LDFനുമെതിരെ തീർത്തും കെട്ടിച്ചമച്ച ആരോപണം ഉന്നയിക്കുന്നത്. ഞങ്ങളൊരു ഘട്ടത്തിലും RSSുമായോ BJPയുമായോ ചേർന്നിട്ടില്ല. എല്ലാ ഘട്ടത്തിലും വിട്ടുവീഴ്ചയില്ലാതെ അതിനെ എതിർത്ത് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്.